ഇപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഒരാളെ പിടിച്ചുകൊണ്ട് ജയിലിൽ ഇട്ടിട്ടുണ്ട്, അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷയിലാണ്. അയാളെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ട് പോകണമെന്നാണ്. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ കെയറോഫിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടം വിഷയം ആയുധമാക്കി സ്വർണ്ണക്കൊള്ളയെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന CPM-ന് കഴിഞ്ഞ കാലം ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് സോഷ്യൽ മീഡിയ. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാർ നടത്തിയ പ്രതികരണം ഏറെ ചർച്ചയായിരുന്നു. അന്തസ്സുണ്ടെങ്കിൽ രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കണമെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രതികരണം. അതേസമയം ഗണേഷ് കുമാറിന്റെ ഈ വീഡിയോയ്ക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പഴയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പൊടി തട്ടിയെടുക്കുകയാണ് ജനങ്ങൾ. സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ ഗൂഢാലോചന നടന്നു എന്ന CBIയുടെ കണ്ടെത്തലിന് പിന്നാലെ KB ഗണേഷ് കുമാർ MLA-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച പഴയൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. കൂടെ നിന്നിട്ടൊടുവിൽ ചതിക്കുന്ന ഒറ്റുകാരന്റെ വേഷം ഗണേഷ് കുമാർ സിനിമകളിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ റോൾ അതിലുമുപരി ജീവിതത്തിലും പകർന്നാടിയിട്ടുണ്ട് എന്നും രാഹുൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. നിരപരാധിയും നീതിമാനുമായ ഉമ്മൻചാണ്ടി സാറിനെ സോളാർ കേസിൽ വ്യാജമായി കൂട്ടിച്ചേർത്തത് ഗണേഷ് കുമാർ ആണ് എന്ന പുതിയ വെളിപ്പെടുത്തലിൽ യാതൊരു അത്ഭുതവുമില്ല. ഉമ്മൻചാണ്ടി മരണം വരെ മനസ്സിൽ സൂക്ഷിച്ച ഒരു രഹസ്യത്തിന്റെ ഔദാര്യമാണ് ഗണേഷ് കുമാറിന്റെ പൊതുജീവിതമെന്നും ഈ കുറിപ്പിൽ പറയുന്നു. സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ CBI വ്യക്തമാക്കിയതാണ്. KB ഗണേഷ് കുമാർ, ശരണ്യ മനോജ്, വിവാദ് ദല്ലാൽ എന്നിവർ ചേർന്ന് ഉമ്മൻചാണ്ടിയെ കേസിൽ കുടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്നതാണ് CBIയുടെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറിപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: കൂടെ നിന്നിട്ട് ഒടുവിൽ ചതിക്കുന്ന ഒറ്റുകാരന്റെ വേഷം ഗണേഷ് കുമാർ സിനിമയിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ റോൾ അതിലുമുപരി അയാൾ ജീവിതത്തിൽ പകർന്നാടിയിട്ടുമുണ്ട്. അത് അച്ഛനോടായാലും അച്ഛന്റെ സ്ഥാനത്ത് കണ്ട ഉമ്മൻചാണ്ടിയോടായാലും ഇപ്പോൾ അഭയം കൊടുത്ത പിണറായി വിജയനോടായാലും അയാൾ അത് തന്നെ ചെയ്യും. നിരപരാധിയും നീതിമാനുമായ ഉമ്മൻചാണ്ടി സാറിനെ സോളാർ കേസിൽ വ്യാജമായി കൂട്ടിച്ചേർത്തത് ഗണേഷ് കുമാർ ആണ് എന്ന പുതിയ വെളിപ്പെടുത്തലിൽ യാതൊരു അത്ഭുതവുമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ഉമ്മൻചാണ്ടി സാർ മരണം വരെ മനസ്സിൽ സൂക്ഷിച്ച ഒരു രഹസ്യത്തിന്റെ ഔദാര്യമാണ് ഗണേഷ് കുമാറിന്റെ പൊതുജീവിതം. ഇപ്പോൾ ഇടയ്ക്കൊക്കെ സർക്കാർ വിമർശനമൊക്കെ നടത്തി UDF-ലേക്ക് ഒരു പാലം പണിതിടാമെന്ന് ഗണേഷ് കുമാർ വിചാരിച്ചാലും ആ പാലത്തിലൂടെ ഗണേഷിനെ നടത്തിച്ച് UDF പത്തനാപുരം MLA-യാക്കാമെന്ന് ഏതെങ്കിലും നേതാക്കൾ ആഗ്രഹിച്ചാലും ആ പാലം പൊളിച്ചിരിക്കും. പത്തനാപുരം പോയാലും കേരളം പോയാലും ഇയാളെ UDF ചുമക്കില്ല. എനിക്കെന്റെ ഭാര്യയിൽ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രം ഗണേഷ് കുമാർ എന്റെ മകനാണ് എന്ന് ബാലകൃഷ്ണപിള്ള തന്നെ പറഞ്ഞിട്ടുള്ള ഗണേഷ് കുമാറിനെ പറ്റി ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ്. ഇന്നിപ്പോൾ ചാണ്ടി ഉമ്മൻ തന്നെ ഗണേഷ് കുമാറിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയിരിക്കുന്ന വേളയിൽ രാഹുൽ വിഷയത്തിലെ ഗണേശിന്റെ പ്രതികരണം തിരിഞ്ഞു കൊത്തുകയാണ്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഗണേഷ് കുമാർ നടത്തിയ വൃത്തികെട്ട കളികൾക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ചാണ്ടി. ഗണേഷിനെ അത്രമേൽ സ്നേഹിച്ചിട്ടും തിരിച്ച് നീചമായ പ്രവൃത്തികളാണ് ഉണ്ടായത് എന്ന് ചാണ്ടി ഉമ്മൻ തുറന്നടിച്ചു. ഉമ്മൻചാണ്ടിയുടെ CD തേടി ഗണേഷ് കുമാർ കോയമ്പത്തൂരിലേക്കും തമിഴ്നാട്ടിലേക്കും അലഞ്ഞു. എന്നിട്ടും ഒന്നും കിട്ടിയില്ല. സോളാർ കേസിൽ 18 പേജുള്ള കത്ത് എങ്ങനെ 24 പേജായി എന്നും ഉമ്മൻചാണ്ടിയുടെ പേര് എങ്ങനെ അതിൽ വന്നുവെന്നും കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു.